സാധുമാരെ, സ്നേഹം നിറഞ്ഞ പണ്ഡിത മഹത്തുക്കളെ, ഈ ഒരു അസുലഭ മുഹൂർത്തത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ആഗതരായതിന്റെ ഉദ്ദേശം ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കാനാണ്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ചെങ്കൽക്കോട്ടക്ക് മുകളിലെ സിംഹഗർജനം. അതെ, ചെങ്കൽക്കോട്ടക്ക് മുകളിലെ സിംഹഗർജനം. ഇസ്മൽ തരുമാറ ബിൻ മഹിമ ജല്ല ജലാലിന്നൽ സ്തുതി. ഇസ്മൽ തരുമാറ ബിൻ മഹിമ ജല്ല ജലാലിന്നൽ സ്തുതി. ബിസ്മിൽ തുടങ്ങിടും ഹംദിപ്പുകളോട് തുടങ്ങിടും ഞങ്ങൾ വീരപ്പുലിയുടെ കിതു നിവർത്തിടലായി കഥയുടെ സാരവശങ്ങളും ഓതിപ്പറഞ്ഞ് സല്ലി സലാവത്തും നൽസലാം മോദിട ധീര വീരണം തൈലമിൽ തന്നോട് കഥ പറഞ്ഞിടട്ടെ. യമൻ ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്ത മണ്ണ്, പാവനദീനന്റെ പാരമ്പര്യം കൊണ്ട് മൂടയണഞ്ഞ ഭൂമിക, അവിടെ അൽസുന്ന പ്രദേശത്തെ ഗ്രാമനിവാസികൾ പുതിയൊരു പുലരിയെ വരവേൽക്കുന്ന തിരക്കിലാണ്. അകലെ ചക്രവാള സീമയിൽ എന്തോന്ന് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങൾക്കിടയിലൂടെ വിദൂരത്തു നിന്നും കുതിരപ്പുറത്ത് കുതിച്ചു വരുന്ന മനുഷ്യരൂപം ആൾക്കൂടിനടുത്തെത്തി. തന്റെ കുതിരയ്ക്ക് കടിഞ്ഞരട്ടുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ദൂതരായ റസൂലിൽ നിന്നും ദൗത്യമേറിയണഞ്ഞവരാണ് ധീരനാം ഫൈറൂസ് എന്നോർക്കും കത്തുമായി വന്നതാണ്. ഹൃത്തടം ധരിച്ചിടുന്ന അത്ഭുതം വിടർന്നിടുന്ന ചെഞ്ചുമർച്ചുമപ്പിറാലെ സുമവദനം ആ കൽബ് തൂകിടുന്നു സൽവാർത്ത കേട്ട പാടേ. തൽസലം പിടിച്ചിടേ തഞ്ചുമപ്പാലെ വദനം താരക പൂങ്കാനിയായി വിടർന്നിടവേ. തൽസലം പിടിച്ചിടേ തഞ്ചുമപ്പാലെ വദനം താരക പൂങ്കാനിയായി വിടർന്നിടവേ. ഞാൻ മദീനയിൽ നിന്ന് വരുന്നു, പുണ്യ റസൂലിന്റെ ഭൃത്യനാണ്. ആഗതൻ സ്വയം പരിചയപ്പെടുത്തി. ആരാണ് ഈ ഫൈറൂസ് ദലമി? അയാൾ ചോദിച്ചു. തളം കെട്ടി നിൽക്കുന്ന മൂകതക്കിടയിൽ ജനക്കൂട്ടത്തിൽ നിന്നും സുന്ദരനും സുമുഖനും ആരോഗ്യദൃഢഗാധനുമായ യുവകോമളൻ മുന്നോട്ട് വന്നു. ഞാനാണ് ഫൈറൂസ്, എന്തു വേണം? ആഗതൻ തന്റെ കയ്യിലുള്ള കത്ത് ഫൈറൂസിന് കൈമാറി. ഇത് പുണ്യനബിയുടെ സന്ദേശമാണ്. ഫൈറൂസ് അത്ഭുതപരതന്ത്രനായി വിറക്കുന്ന കൈകളോടെ അദ്ദേഹം അകമൊന്ന് തുറന്ന് വായിക്കുകയാണ്. ആറ്റൽ റസൂലിന്റെ റിസാലത്താണേ ഏറെ പ്രിയതനിൽ സലാം അലൈക്കും. ആറ്റൽ റസൂലിന്റെ റിസാലത്താണേ ഏറെ പ്രിയതനിൽ സലാം അലൈക്കും. ദീനിൻ സലാമിനായി വധിച്ചിടണം ക്രൂരനാസ്വദിൻ അറുത്തിടണം. കാര്യം അറിഞ്ഞിടെ വിറച്ചിടുന്നേ നാമം പുലർത്താനായി പുറപ്പെടുന്നേ. പ്രിയം നിറഞ്ഞ ഫൈറൂസ് ദലമിക്ക് മദീനയിൽ നിന്നും മുഹമ്മദ് നബി എഴുതുന്നത് എന്തെന്നാൽ, അങ്ങേ ഞാൻ വലിയൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. കത്ത് വായിച്ചു കഴിഞ്ഞതും ഫൈറൂസ് ദലമിയുടെ അന്തരാളങ്ങളിൽ 1000 മഞ്ഞുജ്വാലകൾ പടം വിടർത്തി. സുബ്ഹാനല്ലാഹ്, യമനിന്റെ മണ്ണിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളെ വികലമാക്കാൻ ശ്രമിക്കുന്ന ക്രൂരതയുടെ പര്യായം അസ്വദുൽ ഹസീനെ മികച്ച രാജാവിനെ വധിച്ചു കളയാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതാണ് കത്തിന്റെ ഉള്ളടക്കം. എനിക്കതിന് സാധിക്കുമോ? അസ്വദിന്റെ പരിവാരങ്ങളെ തകർത്ത് കളയാൻ ഈ പാവം ഫൈറൂസിന് ശക്തിയുണ്ടോ? കളിയണം ഫൈറൂസ്, അതല്ലെങ്കിൽ താരഞ്ചിരി മുസ്ലിമാണെന്ന് പറയണം. ഫൈറൂസ് ദലമിയുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് വന്ന ഗർജനം അദ്ദേഹത്തിന് ആത്മധൈര്യം പകർന്നു. എന്തോ തീരുമാനിച്ചതുപോലെ അദ്ദേഹത്തിന്റെ കുതിരപ്പുറത്ത് കയറി കുതിക്കുകയാണ്. ആത്മധൈര്യം വീറും കാട്ടി ദേവിലമി അടുത്ത് കേട്ടപാടെ ഫൈറൂസ് കുതിച്ചാനെ. ആ അസ്വദിന്റെ കോട്ട കണ്ട് ചുറ്റിലെ പരിവാരം കണ്ട് മുത്തിടും മികവിനായി കൊതിച്ചാനെ. ആത്മധൈര്യം വീറും കാട്ടി ദേവിലമി അടുത്ത് കേട്ടപാടെ ഫൈറൂസ് കൊതിച്ചാനെ. ആ അസ്വദിന്റെ കോട്ട കണ്ട് ചുറ്റിലെ പരിവാരം കണ്ട് മുത്തിടും മികവിനായി
കൊതിച്ചാനേ കൽബിൽ പൊലിഞ്ഞ മോഹം ഉള്ളിൽ വിരിഞ്ഞതാം കൽബിൽ പൊലിഞ്ഞ മോഹം ഉള്ളിൽ വിരിഞ്ഞതാം സബബല്യത്തുദാലിനത്ത് ഫല്ലിൻ സലാമിൽ തേടുന്നു റബ്ബിനാൽ റഹ്മാന സബബല്യത്തുദാലിനത്ത് ഫല്ലിൻ സലാമിൽ തേടുന്നു റബ്ബിനാൽ റഹ്മാന ഇലൈക നദോ ഐദിയനാ إليك نفرز أفئدنا وقنا من سرور أعدائنا وقنا من سرور أعدائنا തിങ്ങി നിൽക്കുന്ന ഈന്തപ്പന തോട്ടങ്ങളെയും ഉയർന്നു നിൽക്കുന്ന മണൽ കൂനകളെയും പിന്നിലാക്കി ഫൈറൂസ് ദലൈമി കുത്തിക്കുകയാണ്. ശരവേഗതയിൽ നമ്മുടെ കഥാനായകൻ അസ്വദിന്റെ കൊട്ടാരത്തിന്റെ മുന്നിലെത്തി. ആരെയും അത്ഭുതപ്പെടുത്തുന്ന അമ്പര ചുംബി, ആർക്കും ഭേദിക്കാനാവാത്ത ചെങ്കൽ കൊട്ടാരം മുന്നിൽ സുരക്ഷാ വലയം തീർത്ത് ഉല്ലാത്തുകയാണ് സായുധ സജ്ജരായ പറവുകാർ. ഇല്ല, ഈ സുരക്ഷാ വഴിയും ഭേദിച്ചെടുത്ത് കടക്കാൻ ആവില്ല. രാത്രിയാവട്ടെ, ഫൈറൂസ് ദലൈമി കാത്തിരിക്കുകയാണേ. ഇരുളിൻ പടർപ്പുമക പറക്കവേ തുടരതിലമി ഓടി അടുക്കവേ ഇരുളിൻ പടർപ്പുമക പറക്കവേ തുടരതിലമി ഓടി അടുക്കവേ ചാടി അടുത്തിട കുത്തു കൊടുത്തിട ആസ്വദിച്ചതനയാകച്ചിതറിടേ ചാടി അടുത്തിട കുത്തു കൊടുത്തിട ആസ്വദിച്ചതനയാകച്ചിതറിടേ ഓടിടും ചില ചാടിടും അവർ കണ്ട പകയൽ മാറിടും അവർ ഓടിടും ചില ചാടിടും അവർ കണ്ട പകയൽ മാറിടും അവർ പടിഞ്ഞാറ് ചക്രവാള സീമയിൽ സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. പള്ളി മിനാരങ്ങളുടെ മുകളിൽ നിന്നും മഗ്‌രിബിന്റെ ബാങ്കുയർന്നപ്പോൾ ഫൈറൂസ് ദലൈമിയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അദ്ദേഹത്തിന്റെ ഇരു കൈകളും നാദിലേക്ക് നീട്ടി പ്രാർത്ഥിച്ചു. നാഥാ, നിന്റെ ഉദയന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഈ പാവം ഫൈറൂസ് ഇതാ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. റബ്ബേ, നീ സഹായം ചൊരിയണമേ റഹ്മാനെ. ഇരുട്ടിന്റെ കാർക്കൂന്തൽ ഭൂമിയിലേക്ക് അടർന്നു വീണു. ഇരുതല മൂർച്ചയുള്ള കടാരയും കയ്യിലേന്തി പാറാവുകാരുടെ കണ്ണുകൾ വെട്ടിച്ചു കണ്ടു ഫൈറൂസ് ദലൈമി കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചതും ഗാഠനിദ്രയിലാണ്ട് ഇസ്ലാമിന്റെ ശത്രുവിനെ കണ്ടപ്പോ തന്റെ കടാര അസ്വദിന്റെ ശിരസിലേക്ക് കൊണ്ട് കൊട്ടാരത്തിന്റെ മുകളിലേക്ക് കയറി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തക്ബീർ ധ്വനികൾ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. താഴെ നിൽക്കുന്ന പാറാവുകാർ സ്തബ്ധരായി. പെട്ടെന്നാണ് അവർക്കിടയിലേക്ക് അസ്വദിന്റെ ചേതനച്ച ശിരസ് ധരിച്ചു വീണത്. ഇല്ല, ഇനി രക്ഷയില്ല, കീഴടങ്ങുക തന്നെ. പാടാം യമനിൻ മണ്ണിൽ ദീനിൻ പുകള് പാടിടാം ചലനസ്വരത്തിൽ വതയും ദിനമില് പരമതി കണ്ടൊരു സെയ്തരാം ദൈലമി എന്നൊരു നായകരാം യമനിൻ മണ്ണിൽ ഉശിരോടെ കൽബിൽ നിറയും പൊലിവോടെ അലത്തിലല്ല അനുഗ്രഹത്താൽ യമനിന്നേകിയ നിഅമത്ത് അലത്തിലല്ല അനുഗ്രഹത്താൽ യമനിന്നേകിയ നിഅമത്ത്. ഇതോടെ ഈ ചരിത്ര കഥാപ്രസംഗത്തിന് തിരശ്ശീല വീഴുകയായി.